നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാലക്കാട് നിന്നും അതീവ ദുഃഖകരമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. 17-കാരിയെ തീപ്പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. വളരെ ദുരൂഹമായ ഒരു മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. പ്രാഥമികമായി ആത്മഹത്യ എന്നാണ് നിഗമനം. എങ്കിൽ പോലും മറ്റെന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം അന്വേഷിക്കുന്നുണ്ട്. പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയായ +2 വിദ്യാർത്ഥിനിയാണ് തീപ്പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊല്ലങ്കോട് മുതലമടയിൽ പരേതനായ കലാധരന്റെ മകൾ ഗോപികയാണ് മരിച്ചത്. വീട്ടിൽ നിന്നും 500 മീറ്റർ അകലെ കള്ളിയമ്പാറ മലമുകളിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. വൈകിട്ട് 4 മണിവരെ കുട്ടി വീട്ടിലുണ്ടായിരുന്നു. പിന്നീട് കുട്ടിയെ കാണാനില്ല. തുടർന്ന് വീട്ടുകാർ അന്വേഷിക്കുന്നു. പിന്നീട് കാണാതായതിനെ തുടർന്ന് അമ്മ അടക്കമുള്ളവർ നേരിട്ടിറങ്ങി അന്വേഷിച്ചപ്പോഴാണ് മലമുകളിൽ നിന്ന് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. കുട്ടിയെ മരിച്ച നിലയിലാണ് അവർക്ക് കണ്ടെത്താൻ സാധിച്ചത്. അതായത് ജീവനോടെ വൈകുന്നേരം വരെ തനിക്ക് മുന്നിലുണ്ടായിരുന്ന മകളുടെ ജീവനില്ലാത്ത ശരീരമാണ് ആ അമ്മ കാണേണ്ടി വന്നത്. സ്വാഭാവികമായിട്ടും സ്വന്തം കുട്ടിയെ ഈ രീതിയിൽ കാണുമ്പോൾ ആ അമ്മയ്ക്കുണ്ടാകുന്ന മാനസികാവസ്ഥ ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. കൊല്ലങ്കോട് പോലീസിനെ നാട്ടുകാർ ചേർന്ന് വിവരം അറിയിക്കുന്നു. പോലീസ് സ്ഥലത്തെത്തി പരിശോധന അടക്കമുള്ളവ നടത്തി കൂടുതൽ വിവരങ്ങളൊക്കെ തെളിവുകളടക്കം ശേഖരിക്കുകയുണ്ടായി. ആത്മഹത്യയാണ് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്തുകൊണ്ട് 17-കാരി ഇത് ചെയ്തു, അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് 17-കാരിയെ നയിച്ചത് എന്താണ് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ശക്തമാണ്. മൃതദേഹം ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കൂടുതൽ അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ട്. അതേസമയം നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം. ഇപ്പോൾ സംസ്ഥാനത്തെ ഏറെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു. മലപ്പുറം സ്വദേശി ഷാജിയാണ് മരിച്ചത്. 47 വയസ്സായിരുന്നു. അസുഖം ബാധിച്ച ഷാജിയെ ഓഗസ്റ്റ് 9-ന് ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഷാജിക്ക് രോഗം ബാധിച്ചതിൻ്റെ ഉറവിടം എവിടെയാണ്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഷാജിക്ക് ഈ രോഗം കിട്ടിയത്, അതിൻ്റെ ഉറവിടം എവിടെയാണ് എന്നത് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അന്വേഷണം പുരോഗമിക്കുകയാണ്. ഷാജിയുടെ മരണത്തോടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 1 മാസത്തിനിടെ സംസ്ഥാനത്ത് മരിച്ചവരുടെ എണ്ണം 6 ഉയർന്നിരിക്കുകയാണ്. മാത്രമല്ല, മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന മലപ്പുറം സ്വദേശിനിയും തിങ്കളാഴ്ച മരിച്ചിരുന്നു. തിരുവാലി സ്വദേശിനി M ശോഭനയാണ് മരിച്ചത്. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണം വർദ്ധിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ രോഗം കണ്ടെത്തിയ പ്രദേശങ്ങളിൽ ആരോഗ്യ വകുപ്പ് ക്ലോറിനേഷൻ നടപടികൾ, ബോധവൽക്കരണം അടക്കം ശക്തമാക്കിയിരിക്കുകയാണ്. വേനൽക്കാലമായതിനാൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ പ്രത്യേക ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്ത് ഇപ്പോഴും അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2024-ൽ 38 കേസുകളും 8 മരണവും 2025-ൽ 12 കേസുകളും 5 മരണവും ഉണ്ടായിട്ടുണ്ട്. ആരംഭ സമയത്ത് കൃത്യമായി രോഗം തിരിച്ചറിഞ്ഞ് ചികിത്സിക്കുന്നത് കൊണ്ടാണ് അവരിൽ ഭൂരിഭാഗം പേരെയും രക്ഷിക്കാൻ സാധിച്ചത്. ആഗോളതലത്തിൽ 97% മരണനിരക്കുള്ള രോഗമാണിത്. മികച്ച പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിലെ മരണനിരക്ക് 25% കുറയ്ക്കാൻ സാധിച്ചു. വേനൽക്കാലത്ത് ജലസ്രോതസ്സുകളിൽ വെള്ളത്തിന്റെ അളവ് കുറയുന്നത് കാരണം ചെളിയിലെ അമീബയുമായി സമ്പർക്കം കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ കുളങ്ങളിലോ ജലാശയങ്ങളോ കുളിക്കുന്നവർ ശ്രദ്ധിക്കണം. വാട്ടർ ടാങ്കുകൾ ചെളി കെട്ടിക്കിടക്കാതെ വൃത്തിയാക്കണം. സ്വിമ്മിംഗ് പൂളുകൾ, അമ്യൂസ്മെന്റ് പാർക്കുകൾ എന്നിവിടങ്ങളിലെ വെള്ളം ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധമാക്കണം. ഇത്തരം ജലവുമായി ഏതെങ്കിലും രീതിയിൽ സമ്പർക്കം ഉണ്ടായിട്ടുള്ളവർക്ക് തീവ്രമായ തലവേദന, പനി, ഓക്കാനം, ഛർദി, കഴുത്തു തിരിക്കാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനടി അക്കാര്യം പറഞ്ഞ് ചികിത്സ തേടേണ്ടതാണ്. പ്രതിരോധത്തിനായി എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. കെട്ടിക്കിടക്കുന്ന ഒഴുക്ക് കുറവുള്ള വെള്ളത്തിൽ മുങ്ങുന്നതും ചാടുന്നതും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതിരിക്കാൻ നേസൽ ക്ലിപ്പ് ഉപയോഗിക്കുക. ശുദ്ധീകരിക്കാത്ത ജലാശയങ്ങളിൽ നീന്തുമ്പോൾ തല വെള്ളത്തിന് മുകളിലായിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ജലാശയത്തിന്റെ അടിത്തട്ടിലുള്ള ചെളി കുഴിക്കുകയോ ഇളക്കുകയോ ചെയ്യരുത്. ആവി പിടിക്കുന്നതിന് തിളപ്പിച്ചതോ ഫിൽട്ടർ ചെയ്തതോ അണുവിമുക്തമാക്കിയതോ ആയ വെള്ളം ഉപയോഗിക്കുക. നീന്തൽ കുളങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, സ്പാകൾ എന്നിവ വൃത്തിയായി സൂക്ഷിക്കുക. ക്ലോറിനേറ്റ് ചെയ്യുകയും ശരിയായി പരിപാലിക്കുകയും വേണം. സ്പ്രിംഗ്ലറുകളിലൂടെയും ഹോസുകളിലൂടെയും വെള്ളം മൂക്കിൽ കയറാതെ ശ്രദ്ധിക്കണം. കുട്ടികളെ ഹോസുകളിൽ കളിക്കാൻ വിടുന്നതിന് മുമ്പ് അതിൽ കെട്ടിനിൽക്കുന്ന വെള്ളം ഒഴുക്കി കളയണം. ക്ലോറിനേറ്റ് ചെയ്യാത്ത വെള്ളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുളിക്കുമ്പോഴോ മുഖം കഴുകുമ്പോഴോ വെള്ളം മൂക്കിലേക്ക് കയറാതെ നോക്കണം. കുട്ടികളെ മൂക്കിലേക്ക് വെള്ളം ചീറ്റരുതെന്ന് പറഞ്ഞ് പഠിപ്പിക്കണം. അതേസമയം അമീബിക് മസ്തിഷ്ക ജ്വരം, അതായത് അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് പ്രതിരോധിക്കാനായി ഏകാരോഗ്യത്തിൽ, അതായത് വൺ ഹെൽത്ത് അധിഷ്ഠിതമായി ആക്ഷൻ പ്ലാൻ പുതുക്കിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചിട്ടുണ്ട്. രോഗപ്രതിരോധം, രോഗനിർണയം, ചികിത്സ എന്നിവ ക്രമീകരിക്കുന്നതിനുള്ള സമഗ്ര ആക്ഷൻ പ്ലാനാണ് തയ്യാറാക്കിയത്. അവബോധ ക്യാമ്പയിൻ, രോഗനിർണയ ശേഷി വർദ്ധിപ്പിക്കൽ, ആക്റ്റീവ് കേസ് സർവൈലൻസ്, പരിസ്ഥിതി നിരീക്ഷണം, ഹോട്ട്സ്പോട്ട് മാപ്പിംഗ്, ചികിത്സ
ചികിത്സ, മരുന്ന് ലഭ്യത, ഗവേഷണം എന്നീ മേഖലകൾ അടിസ്ഥാനമാക്കിയാണ് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത്. മസ്തിഷ്ക ജ്വരം സംശയിക്കുന്ന എല്ലാ രോഗികളും അമീബിക് മസ്തിഷ്ക ജ്വരം നിർണ്ണയിക്കാനുള്ള പരിശോധന കൂടി നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാ ആശുപത്രികളും മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും വേനൽക്കാലത്തിന് തൊട്ടു മുമ്പേ മുതൽ അവബോധം ശക്തമാക്കണം. ആരോഗ്യ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ് എന്നീ വകുപ്പുകൾ ഏകോപിപ്പിച്ച് അവബോധം നടത്തണം. വിദ്യാർത്ഥികൾക്കും ജലാശയങ്ങളുമായി ഇടപഴകുന്നവർക്കും അവബോധം നൽകേണ്ടതുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്യപ്പെട്ട കുളങ്ങളുടെ സമീപത്ത് അവബോധ ബോർഡുകൾ സ്ഥാപിക്കണം. അമീബിക് മസ്തിഷ്ക ജ്വരം തന്മാത്ര ജീനോമിക് രോഗനിർണയത്തിനുള്ള സംസ്ഥാനത്തെ അപെക്സ് സെന്ററുകളായി സംസ്ഥാന PH ലാബ്, തോന്നിക്കൽ IAB എന്നിവ പ്രവർത്തിക്കും. അമീബിക് മസ്തിഷ്ക ജ്വരം കണ്ടെത്താനുള്ള PCR പരിശോധന PH ലാബിൽ തുടങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെയും മൈക്രോബയോളജി വിഭാഗങ്ങളെ അമീബിക് മസ്തിഷ്ക ജ്വരം രോഗനിർണയത്തിനായുള്ള വിദഗ്ധ കേന്ദ്രങ്ങളായി വികസിപ്പിച്ചെടുക്കും. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ്, കേരള സർവകലാശാലയിലെ പരിസ്ഥിതി ശാസ്ത്ര വകുപ്പും ചേർന്ന് തയ്യാറാക്കിയ അമീബകളുടെ വർധനവിനെ ബാധിക്കുന്ന പാരിസ്ഥിതിക ഘടകങ്ങളെക്കുറിച്ചുള്ള കർമ്മ പദ്ധതി അനുസരിച്ച് പ്രവർത്തിക്കണം. ചികിത്സയ്ക്കാവശ്യമായ മിൽറ്റെഫോസിൻ മരുന്നിന്റെ ലഭ്യത KMSCL മുഖേന ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരം ചികിത്സയെക്കുറിച്ചുള്ള ഒരു ഓൺലൈൻ പരിശീലന മൊഡ്യൂൾ സംസ്ഥാന പരിശീലന സൈറ്റിൽ ലഭ്യമാക്കും. ചണ്ഡീഗഡിലെ PGIMERലെ മെഡിക്കൽ പാരാസൈറ്റോളജി വിഭാഗവുമായും പോണ്ടിച്ചേരിയിലെ AVM ഇൻസ്റ്റിറ്റ്യൂട്ടുമായും സഹകരിച്ച് ഗവേഷണം ശക്തമാക്കും. സ്വതന്ത്രമായി ജീവിക്കുന്ന അമീബയുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന ജൈവികവുമായ ഘടകങ്ങൾ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡുമായും കേരള സർവകലാശാലയിലെ പരിസ്ഥിതി എഞ്ചിനീയറിംഗ് വകുപ്പുമായി സഹകരിച്ച് പഠിക്കാം. എന്തായാലും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് സംസ്ഥാനത്ത് മരണം ഇങ്ങനെ കൂടുകയാണ്. ഒരു മാസത്തിനിടെ സംസ്ഥാനത്ത് രോഗം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.